ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ പതിയെ പതിയെ താളം കണ്ടെത്തി വരികയാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മുഴുവൻ സമയവും കളിക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം സമീപകാലത്ത് അത്രയേറെ പരിക്കുകൾ നെയ്മറെ അലട്ടിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ നെയ്മർ ഇപ്പോൾ പതിയെ മുക്തനായി വരികയാണ്. ഏതായാലും വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇപ്പോൾ മുൻ ബ്രസീലിയൻ താരമായിരുന്ന ഗേഴ്സൺ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് 1970 വേൾഡ് ചാമ്പ്യനാണ് ഗേഴ്സൺ. അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയർ ലയണൽ മെസ്സിയേക്കാൾ മികച്ച താരമാണ്. ടെക്നിക്കലി മെസ്സിയേക്കാൾ മികച്ച താരം അത് നെയ്മർ ജൂനിയർ ആണ്. പക്ഷെ നെയ്മർക്ക് ഇതുവരെ 100% പൂർണ്ണ ഫിറ്റ് ആവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മെസ്സിയേക്കാൾ മികച്ച ഒരു താരം നെയ്മർ തന്നെയാകുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗേഴ്സന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയേക്കാൾ ഏറെ മികച്ച താരം നെയ്മർ ജൂനിയർ ആണ്. മെസ്സിയേക്കാൾ മുന്നിലാണ് നെയ്മർ. എനിക്ക് ഇതിൽ ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഞാൻ നെയ്മറെയാണ് തിരഞ്ഞെടുക്കുക. നെയ്മർ ഇതുവരെ പൂർണ്ണമായും സജ്ജനായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെയ്മർ അതിന് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ടെക്നിക്കലി നെയ്മർ ആണ് ഏറ്റവും മികച്ച താരം. നെയ്മർ 80% റെഡിയാണെങ്കിൽ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലെ മറ്റേത് താരത്തെക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്നത് നെയ്മർ ജൂനിയർ ആണ്. ഇതാണ് ഇപ്പോൾ ഗേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ 100% ഓക്കെ ആണെങ്കിൽ അദ്ദേഹം മെസ്സിയേക്കാൾ മികച്ച താരമാണ്. ടെക്നിക്കലി മെസ്സിയേക്കാൾ മികച്ച താരം നെയ്മർ ആണ് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ കണക്കുകൾ പ്രകാരം അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ നേടിയ താരമാണ് മെസ്സി. എന്നാൽ നെയ്മറുടെ കാര്യത്തിലേക്ക് വന്നാൽ അക്കാര്യത്തിൽ അദ്ദേഹം നിർഭാഗ്യവാനാണ്. ഒരു ബാലൻഡിയോർ പുരസ്കാരം പോലും നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. നെയ്മറുടെ കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളി പരിക്കുകൾ തന്നെയായിരുന്നു. പരിക്കുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ നല്ല രൂപത്തിലുള്ള ഒരു കരിയർ ഉണ്ടാക്കാൻ നെയ്മർക്ക് സാധിക്കുമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.